ചൂടായൊരു പാനിലേക്ക് എണ്ണയും നെയ്യും ചേർത്ത് നമുക്ക് കടുകും ഉഴുന്നും പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് 2 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം 2 ചെറിയ സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 10 കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായി വഴന്നു വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുത്ത് പച്ചമണം മാറിക്കഴിയുമ്പോൾ 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായി കുക്കാവണം. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് തക്കാളിയുടെ പുളി ബാലൻസ് ചെയ്തതിന് ശേഷം 2 കപ്പ് ബസുമതി റൈസ് വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി തക്കാളി റൈസ് റെഡി.